സ്ക്വയർ ഫീറ്റ് നോക്കിയുള്ള എ സി സെലക്ഷൻ ഇത് ശരിയായ മെത്തേഡാണോ? ശരിയായ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ കൺസിഡർ ചെയ്യണം. ഒന്നാമത്തെ ചെയ്യേണ്ടത് വെച്ചാൽ എത്ര ആളുകൾ ആ റൂമിലുണ്ട് എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ഏതെല്ലാം ഉപകരണങ്ങൾ ആ റൂമിലുണ്ടെന്ന് നോക്കണം. ലാപ്ടോപ്പ്, അതുപോലെ തന്നെ മെഷീൻസ് ഉണ്ടോ ഒക്കെ നോക്കണം. അതുപോലെ തന്നെ ലൈറ്റുകൾ, ഏത് തരം ലൈറ്റുകൾ ഉണ്ട് എന്നുള്ളത് നോക്കണം. പിന്നെ അതേപോലത്തെ ആ ബിൽഡിങ്ങിന്റെ പൊസിഷൻ, ഏതൊക്കെ സൈഡിലൂടെ ആ വീടിന്റെ അകത്തോട്ട്, ആ ബിൽഡിങ്ങിന്റെ അകത്തോട്ട് വെയിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ വിൻഡോസ് എത്രയുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഹീറ്റ് വേറെ എന്തെങ്കിലും ഉപകരണങ്ങൾ ഉണ്ടോ, റൂമുകൾ ഇടക്കിടക്ക് ഓപ്പണും ഇതാകുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു റൂമിലേക്കുള്ള എ സി കൺസിഡർ ചെയ്യാൻ. അല്ലാതെ ഒരു സ്ക്വയർ ഫീറ്റ് മാത്രം നോക്കിയിട്ട് ഈ എ സി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ഈ പറഞ്ഞമാർക്ക് എഫിഷ്യൻസി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് ഒരുപാട് എഫിഷ്യൻസി കൂടുതലായിരിക്കും. ഇതൊന്നും പരിഗണിക്കാതെ നിങ്ങൾ വെറും സ്ക്വയർ ഫീറ്റ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് എ സി സെലക്ട് ചെയ്താൽ അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ടെന്നേജ് ആവും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒന്നെങ്കിൽ അണ്ടർ ടെന്നേജ് ആവും, അല്ലെങ്കിൽ ഓവർ ടെന്നേജ് ആവും. അതുകൊണ്ട് തന്നെ നഷ്ടം ക്ലയന്റിന് മാത്രമാണ്. ഇതുപോലത്തെ ചെറുതും വലുതുമായി ഒരുപാട് കാര്യങ്ങൾ ഒരു MEP ഡിസൈനിൽ കൺസിഡർ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്ത പ്രൊജക്റ്റിൽ MEP ഡിസൈൻ വേണോ? ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക. താങ്ക്